നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കൃത്തിക പ്രദീപ് സ്വന്തം അനുഭവങ്ങളും മോഹൻലാലിനോടുള്ള ആരാധനയും വളരെ വ്യക്തമാക്കി. ഇന്നലെ ഒരു പ്രോമിസും കൂടി തന്നിരുന്നു. സഹോദരി കീർത്തന പ്രദീപിനെ കൊണ്ടുവരാം. ഇന്നത്തെ എപ്പിസോഡിൽ കീർത്തന കൂടി നമ്മളോടൊപ്പം ഉണ്ട്. കീർത്തന ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. സ്നേഹപൂർവ്വം സഹോദരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കീർത്തന പ്രദീപ്. നമസ്കാരം കീർത്തന. നല്ല കുറെ വിശേഷങ്ങൾ കൃത്തിക പറഞ്ഞു. എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ് അല്ലേ? അപ്പൊ എന്താണ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ എയർബസിൽ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂർ. ഓക്കെ. വെക്കേഷൻ ആണോ? അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം. ഓക്കെ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഇച്ചിരി കുറവാ. ഇത്തിരി കുറവാണ്. വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പോവില്ല എന്നങ്ങ് പറഞ്ഞു. അത് ശരി, വിളിച്ചിട്ട് പോവില്ല. വർക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങളല്ലേ അല്ലേ? എല്ലാം ദൈവം വിധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ നടക്കത്തുള്ളൂ. ഓക്കെ, ഇരിക്കും. കീർത്തന എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ബാംഗ്ലൂർ ആണെന്ന് അറിഞ്ഞു. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞു. ബാംഗ്ലൂർ ആയിരുന്നു. ഇപ്പോ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഏത് കമ്പനി? എയർബസ്. ഓ, റൈറ്റ്. അപ്പൊ ഇപ്പം അവിടെ ആണോ അതോ? വർക്ക് ഫ്രം ഹോം ആണ്. സോ ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നാട്ടിലേക്ക് വന്നു. ഇനി ഈ മന്ത് എൻഡ് ആകുമ്പോൾ തിരിച്ചു പോകും. നിങ്ങൾ ഒരുമിച്ചാണോ വീട്ടില്? ഇപ്പൊ ഒരുമിച്ചുള്ളത്. അതെങ്ങനെ ചേരും? എന്റെ അടുത്ത് കൃത്തിക്ക് 2-3 കാര്യം പറഞ്ഞായിരുന്നു. കാരണം ബാംഗ്ലൂരെ ചേച്ചി എന്നാ പറഞ്ഞു. ബാംഗ്ലൂരെ ചേച്ചി എന്നെ പോലല്ല, ഞാൻ പാവമാണ്. പക്ഷെ ചേച്ചി ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ അടുത്ത് വഴക്കൊക്കെ ഇടും. പിന്നെ ചേച്ചിക്ക് ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുന്നുണ്ട്. സത്യമാണോ അതൊക്കെ? ഞാൻ സപ്പോർട്ട് ചെയ്ത ആള്. സോ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ്. സവാരി ഗിരിഗിരി. ചോദ്യങ്ങളെല്ലാം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നാണ്. കണ്ടു കാണുമല്ലോ അല്ലേ? മോഹൻലാലിനെ ആണോ അതോ വേറെ ആരെങ്കിലും ആണോ ഇഷ്ടം? മോഹൻലാലിനെ ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലേ? അങ്ങനെ മോഹൻലാലിന് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ മമ്മൂട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വീട്ടിൽ എപ്പോഴാണ് അടി ഇല്ലാതിരിക്കുന്ന സമയം നമുക്ക് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. ഈ സിനിമയിൽ സുരേഷ് ഗോപി കൂടുതലായി ഉപയോഗിച്ച സംഭാഷണം ഇതിൽ ഏതാണ്? എ, കാണാം കാണും. ബി, കാണാം കാണണം. സി, കാണാം കണ്ടിരിക്കാൻ. ബി, കാണാം കാണണം. ബി, കാണാം കാണണം. ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ബി, കാണാം കാണണം. അത് പറഞ്ഞപ്പോൾ ഒരു കീർത്തനയുടെ മുഖത്ത് ഒരു എന്തോ ഒരു വലിയൊരു സ്പാർക്ക്, ഒരു പുഷ്പം വിരിഞ്ഞ പോലെ. കാണാം കാണണം. അങ്ങനെ ബാംഗ്ലൂർ ആരടുത്തോ പറഞ്ഞിട്ട് വന്നത് പോലൊരു അല്ലേ കീർത്തിക്ക്? അങ്ങനെ ഒരു സംഭവം അല്ലേ? പക്ഷെ ബാംഗ്ലൂർ ഇല്ല ആളിപ്പോ. ഓ, ആളുണ്ടല്ലേ? ബാംഗ്ലൂർ ആളില്ല ഇപ്പോഴും? ആളെവിടെ പോയി? യു കെ എന്തിനു പോയി? തപസ്സിന് പോയോ? അല്ല, ജോലിയായി കഴിഞ്ഞു. ഓ, അപ്പൊ അദ്ദേഹത്തിന് ജോലിയായി, യു കെയിലായി ജോലിയായി. ഇപ്പം വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ് അപ്പൊ സംഭവിക്കുന്നത്? എല്ലാ ദിവസവും എങ്ങനെ കിടന്ന് ഉറങ്ങും? ഉറക്കില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് കൃത്തിക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങും? നീ സൗണ്ട് കേട്ടിട്ട് ഭയങ്കര പതുക്കെ. എത്ര മണിക്കൂർ? രാത്രി 1 മണിക്കല്ലേ എണീക്കുന്ന? സത്യം രാത്രി 1 മണി എന്ന് പറയുമ്പോ അവിടുത്തെ ഒരു 8 മണി. എനിക്കറിയാം. 1 മണിയൊക്കെ 5-6 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ രാത്രിയിൽ ഉറക്കമൊന്നുമില്ല, പകലാണ് ഉറക്കം തൂങ്ങലല്ലേ? രാത്രി ഉറങ്ങുന്നുണ്ട്. പകൽ ഉറക്കം തൂങ്ങാൻ പറ്റില്ലല്ലോ, വർക്ക് ഉള്ളതുകൊണ്ട്. അപ്പൊ എന്നാണ് ഇതിന്റെ ഒരു
പര്യാപ്തി ഒരു നമ്മളെയൊക്കെ ക്ഷണിക്കുന്ന എന്താണ്? ഓഫ് കോഴ്സ് ഡിസംബർ. വീട്ടിലറിയാവോ? അറിയാം, ഉറപ്പിച്ചു, കല്യാണം ഉറപ്പിച്ചു. ആണോ? അതെ. അത് ശരി. പുള്ളിക്കാരൻ എവിടാ സ്ഥലം? ട്രിവാൻഡ്രം. തൃശ്ശൂര്, ട്രിവാൻഡ്രം. ഗുഡ് ഗുഡ് ഗുഡ്. അദ്ദേഹത്തിന് വല്ല പിടുത്തം തരണില്ല. ഇല്ല. പുള്ളിക്കാരി പാട്ട്, സിനിമ അഭിനയം, മോഹൻലാല്, അപ്പുചേട്ടന്, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആനന്ദ തുന്തലയായിട്ട് നടക്കുക. ഓക്കെ, എന്തായാലും ബി കാണണം. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. എന്തായാലും കാണണം കേട്ടോ. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. ഇപ്പൊ ഇതങ്ങടെ കയ്യിലേക്ക് പിടിക്ക. എന്റെ വണ്ടി വെളിയിലിരിക്ക, അതിനകത്തേക്ക് എടുത്തോട്ടെ. അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഗേറ്റ് പൂട്ടി വാർഡൻ അങ്ങോട്ട് പോയിരിക്ക. തങ്കമ്മ ഫിലിപ്പിനെ പിടിച്ചോ, കാര്യം നടക്കും. തങ്കമ്മ ഫിലിപ്പിനെ പിടിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവുന്ന തോന്നണില്ല. ഇട്ടിരേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, വണ്ടിയിലൊരു കണ്ണുണ്ടായാ മതി. 10 രൂപയ്ക്ക് ഒരു കണ്ണോ? എന്താ തോന്നുമ്പോ കയറി വരാനുള്ള ലോഡ്ജ് ഒന്നും അല്ലേ ഇത്? ഈ രംഗത്തിൽ എന്ത് വാങ്ങാൻ പോയപ്പോൾ തിരിച്ചെത്താൻ താമസിച്ചെന്നാണ് ദിവ്യ ഉണ്ണി വാർഡനോട് പറയുന്നത്. എ വീക്കിലി, ബി മാസിക, സി ആരോഗ്യ മാസിക. അല്ല, അപ്പോൾ വിശ്വസിക്കൂ. വീക്കിലി. എ വീക്കിലി ഞാൻ എടുത്തു വെച്ച് പൂട്ടി. എന്തായിരുന്നു തർക്കം? വീക്കിലി ആണോ മാസികയാണോ എന്നുള്ള തർക്കം. ഈ പാചകമാരാ ചെയ്യുന്നേ? നമ്മളെ കുക്ക്. ആര്? ആണോ? എന്തൊക്കെ? ബർഗർ ഉണ്ടാക്കും, ചില്ലി ചിക്കൻ ഉണ്ടാക്കും, ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, കല്യാണി ബിരിയാണി. കല്യാണി ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഉണ്ടാക്കിയാലോ, അടിപൊളി ടേസ്റ്റാ. അതെങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ? ഞാൻ പറഞ്ഞു തരൂല, സീക്രട്ട്. അത് എന്റെ ഓൺ ക്രിയേഷൻ ആണ്. ഞാൻ പറഞ്ഞു കൊടുക്കില്ല ആർക്കും. കാര്യങ്ങൾ വിട്ടിട്ട് പറഞ്ഞു. അത് ഉള്ളിയും അത് ആദ്യം നമ്മള് എണ്ണ ഒഴിക്കുന്നു. ആദ്യം ചീനച്ചട്ടിയിൽ ഒരു ഫിനിഷ് ആയിട്ട് പറ. ആദ്യം ചീനച്ചട്ടിയിൽ വലിയതോ ചെറുതോ? ഇത്തിരി വലുത് വേണം. അതില് എണ്ണ ഒഴിക്കുന്നു, ചീഞ്ച, ഗാർലിക്, പച്ചമുളക് ചതച്ചിട്ട് അത് ഇടുന്നു. അപ്പൊ ആ ഫ്ലേവർ ആ എണ്ണയിൽ ഇങ്ങനെ വരും. അത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണേ. ആ ഹൈ ഫ്ലെയിമില് സവോള അരിഞ്ഞിട്ടത് ഇടും. ആ ഹൈ ഫ്ലെയിമിൽ ഇട്ട് നല്ലോണം ഇങ്ങനെ മൂപ്പിച്ച് വരും. ഒരു ബ്രൗണിഷ് കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ വരുമ്പോ അപ്പൊ കൊറേ ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ചിക്കൻ അപ്പൊ തന്നെ ഇടും. ആ ഹൈ ഫ്ലെയിമിൽ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കണം. അപ്പൊ ചിക്കന് പുറമേ ഉള്ള സ്കിന്ന് ഒന്ന് വെന്ത പോലെ ആവും. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് അതിലത്തെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വരും. ചിക്കൻ തന്നെ സ്റ്റോക്ക് വരുമ്പോൾ നല്ല മണമൊക്കെ വരും. എന്നിട്ട് അത് തുറന്നിട്ട് ഒന്ന് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇതാക്കിയിട്ട് ആ സമയത്ത് തക്കാളി ഇടും, തക്കാളി അരിഞ്ഞത്. അത് ഒന്നുകൂടി ഇതാക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചിടും. എന്നിട്ട് പിന്നെയും തുറന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഗരം മസാല പൊടി അമ്മ വീട്ടിലുണ്ടാക്കിയത്, പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഇളക്കി. അപ്പൊ എരിവിന് ഇത് മാത്രമേ ഉള്ളൂ? അതെ, പച്ചമുളക് മാത്രം. പക്ഷെ അതന്നെ കറക്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റും ഭയങ്കര ബിരിയാണി ആവുന്നേ കേക്ക്. എന്നിട്ട് ചിക്കൻ കറി ആയിട്ടോ. ചിക്കൻ കറിയോ? മിക്സ് ചെയ്യാനുള്ള സാധനം. അപ്പൊ അതില് മല്ലിയിലും പുതിനയിലും ഒന്ന് കുറച്ച് ഇട്ടിട്ട് അത് അടച്ചു വെച്ചു, ഓഫ് ചെയ്തു. കറക്റ്റ് ആയി. ചിക്കൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിനെ മാറ്റി വെച്ചിരിക്കുന്നു. ഇനി അടുത്ത കുക്കർ ഇറക്കാം. നമുക്ക് കുക്കറിലാണ് വിചാരിക്കും. കുക്കർ ഇറക്കണ്ടെന്ന ബിരിയാണിയുടെ ആ സംഭവം ഇല്ലേ, ചെമ്പ്. അതില് ഗീ ആദ്യം ഒഴിക്കുന്നു. ഈ ബിരിയാണിക്ക് ഇടുന്ന മറ്റേ സംഭവം സ്റ്റാർ സാധനങ്ങളൊക്കെ അതന്നെ. അതും ഉള്ളി, ഒരു സവോള അരിഞ്ഞത്, അതും കൂടി നല്ല ഇതില് ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യും. കുറച്ച് ഓയിൽ ഒഴിക്കും. എന്നിട്ട് അരിയില്ലേ, അരി മാത്രമായിട്ട് ആദ്യം ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ കൈമ നല്ല വേണം, നല്ല ടേസ്റ്റുവാ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സോട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി അരി ഒന്ന് ഒരു 80% ആകുമ്പോഴേക്കും
മാറ്റിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം അരി ഇടും, കുറച്ച് നെയ്യ് ഇടും, ചിക്കൻ കറി ഇടും, കുറച്ച് നെയ്യ് ഇടും, മല്ലിയിലയും പുതിനയിലയും മുകളിലിടും. എന്നിട്ട് ഒണിയൻ തന്നെ ഫ്രൈ ചെയ്തതില്ലേ അതും കൂടി ഇട്ട് അങ്ങനെ നമ്മൾ ഓരോന്ന് ലെയറായിട്ട് ഇടും. എന്നിട്ട് അത് ദമ്മ് പോലെ മറ്റേ മാവ് വെച്ചിട്ട് സൈഡിലൊക്കെ വെച്ച് പാത്രം മൂടിയിട്ട് കുറച്ചു നേരം വെച്ചിട്ട് ചൂടാക്കും. ചെറിയ സിമ്മിലിട്ടിട്ട് നല്ലോണം ഇതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. കൃത്തിക, ഒരുപാട് പേരിവിടെ ഈ ഷോയ്ക്ക് വന്നിട്ടുണ്ട്. പാചകം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും എന്ന് പറയുന്നല്ലാതെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ആദ്യം ഞാൻ പറഞ്ഞപ്പോഴത്തെ തള്ളായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അറിയാണ്. അപ്പൊ എന്തുകൊണ്ടും ഒരാളുണ്ട്, നന്നായിട്ട് പാചകം ചെയ്യും, നന്നായിട്ട് പാട്ട് പാടും, ഒരു അഭിനേത്രിയാണ്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, വിഷമിക്കണ്ട കേട്ടോ. ചേച്ചി ഡിസംബറിൽ പോട്ടെ. എ വീക്കിലി ഉത്തരം ശരിയാണ്. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം, ഒരു ഓഡിയോ കേൾക്കാം. സൂപ്പർ സോങ് ആണ്, സുജി പാടിയ ഒരു പാട്ടാണ്. സിനിമയിൽ ഈ ഗാനം ഏതിനത്തിലാണ് പാടുന്നത്? ഏത് ഇനത്തിലാണ് പാടുന്നത്? എ ലളിതഗാനം, ബി കവിത, സി പദ്യപാരായണം. കവിത. അയ്യോ, ബി കവിത. ഞാൻ എടുത്ത് പൂട്ടി അവിടെ ഇരിക്കട്ടെ. എന്താ അയ്യോ എന്ന് പറഞ്ഞു? അല്ല, ഇനിയിപ്പോ തെറ്റാണോന്ന് കവിത എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ടെൻഷൻ. അമ്മയുടെ പേരെന്താണ്? മിനി പ്രദീപ്. മിനി നമ്മളുടെ പ്രേം നസീർ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് കേട്ടു, അത് ശരിയാണോ? ശരിയാണ്. ഏത് സിനിമയാണ്? ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള സിനിമ. ഗുരുദേവൻ. ഏത് വർഷമാണത്? കുറച്ചധികം പഴയ പടമാണ്. പഴയ പടമാണ്. അപ്പൊ അത് അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അച്ഛൻ കല്യാണം കഴിച്ചത്? അതേ തോന്നുന്നു. അമ്മ പിന്നെ നല്ലോണം പാടൊക്കെ പാടുമായിരുന്നു ആ സമയത്ത്. പറഞ്ഞു. അതൊക്കെ കൊണ്ടായിരിക്കും. അത് ശരി. ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അമ്മ അച്ഛൻ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ മോള് ഡിസംബറിൽ ലവ് മാരേജ് ആകുന്നു, തീർക്കുന്നു. ഈ മോളിന് ഇഷ്ടമേ അല്ലെന്ന് പറഞ്ഞു. കാരണം അങ്ങനത്തെ ഐറ്റംസ് കാണുന്ന ഇഷ്ടമല്ല. പക്ഷെ അപ്പു പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. കഴിഞ്ഞാണ് ഒരു സാധനം തന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കീർത്തനയ്ക്ക് ഒരു സാധനം കൊടുക്കാൻ പോകും. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ആണ്, എന്നാലും കണക്കൊക്കെ അത്യാവശ്യം അറിയാമല്ലോ. അടിപൊളിയായിട്ട് അറിയാം. 102നും 104നും ഇടയ്ക്കുള്ള സംഖ്യ എത്രയാണ്? 103. എന്താ? അല്ല, 0. 0. കറക്റ്റ്. കണ്ടോ? ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞല്ലോ, എല്ലാവർക്കും ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളെല്ലാവരും നോക്കുന്ന, ഇപ്പോൾ എമിറേറ്റ്സ് ആണെങ്കിൽ എമിറേറ്റ്സിൻ്റെ എയർബസ് 380, 777-380 എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണ്. കാരണം ഡബിൾ ഡെക്കറാണ്, 4 എൻജിനുണ്ട്, ഫ്യൂവൽ കപ്പാസിറ്റി കൂടുതലാണ്. അപ്പം പിന്നെ റോൾസ് റോയ്സിൻ്റെ എൻജിനാണ്. ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചത്? പിന്നെ ഒരു എൻജിൻ പോയി കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി 3 എണ്ണം ഉണ്ട്, 2 എണ്ണം പോയാൽ 2 എണ്ണം ഉണ്ട്. ഇനി പോട്ടെ, 3 പോയാലും ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. ഞാൻ പറഞ്ഞ സത്യമാണോ? അതെ. അപ്പം വിശ്വസിക്കാം. ഉറപ്പായും ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് എയർ ട്രാൻസ്പോർട്ട്.
കാരണം ബാക്കിയുള്ള എല്ലാത്തിലും ചിലപ്പോൾ നമുക്ക് ഒരു സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനെ താങ്ങി നിർത്താനായിട്ട് ഒരു സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ടാവില്ല, ഇപ്പോൾ കാറാണെങ്കിലും. ബട്ട് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും പറക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു സിസ്റ്റം ഫെയിൽ ആയാലും വേറൊരു സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടാവും. അതായത് സേഫ് ലാൻഡ് ചെയ്യാൻ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. മെയിൻ്റനൻസ് അത്ര പ്രോപ്പർ അല്ല, അത് കാരണം ഫ്ലൈറ്റ് ക്യാൻസലേഷൻസ് വരുന്നു. ഫ്ലൈറ്റിൽ കയറി ഇരുന്നതിന് ശേഷം AC വർക്ക് ചെയ്യുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വെളിയിലിറക്കുന്നു. അപ്പോൾ ആൾക്കാർ പേടിക്കില്ലേ? സ്വാഭാവികം അത് പേടിക്കും. അപ്പം അതെന്തുകൊണ്ടാണ്? അത് മെയിൻ്റനൻസ് ശരിയല്ല നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കരുതല്ലോ, നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി ശരിയാക്കാമെന്നുള്ളത്. അപ്പോൾ ഒരു ഫെയിലിയർ നമ്മൾ താഴെ വെച്ച് ലൈക്ക് ബിഫോർ ടേക്ക് ഓഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് റെക്ടിഫൈ ചെയ്യാതെ എയർക്രാഫ്റ്റിന് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എയർലൈൻ്റെ ലൈസൻസ് റദ്ദാവും. ലൈസൻസ് റദ്ദാവുന്നതല്ലല്ലോ, അതിനകത്ത് കയറിയിരിക്കുന്നവരെല്ലാം പോയിഞ്ഞു പോകത്തില്ലേ? അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടും കീർത്തന പറയുന്നത് എയർക്രാഫ്റ്റ് ആണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലേക്ക് ഏറ്റവും സേഫസ്റ്റ് മോഡ്, അല്ലേ? അതെ, മനസ്സിലായല്ലോ. ബി കവിത ആണ് ഉത്തരം നൽകിയത്. കവിത ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്. സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ആഹാ, എന്താ ശബ്ദം, എന്താ വരികൾ, എന്താ സംഗീതം. ഈ ഗാനരംഗത്തിൽ ആരെ കാണാനാണ് ആരതി കളക്ടറേറ്റിൽ പോയത്? എ കളക്ടർ, ബി സബ് കളക്ടർ, സി ഡെപ്യൂട്ടി കളക്ടർ. ഡെപ്യൂട്ടി കളക്ടർ. ഡെപ്യൂട്ടി കളക്ടർ. ഓക്കെ, സി ഡെപ്യൂട്ടി കളക്ടർ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. സംശയം ഉണ്ടായിരുന്നു? ചെറുതായിട്ട്. സബ് കളക്ടറാണ് ഡെപ്യൂട്ടി കളക്ടറാണെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഏത് കളക്ടറാണെങ്കിലും നമ്മൾ എടുത്ത് വെച്ച് പൂട്ടി, അല്ലേ? അവിടെ കിടക്കട്ടെ. ഇദ്ദേഹം ഇത്രയും പാട്ട് പാടുന്നുണ്ട്, ബാക്കിയെല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കീർത്തനയ്ക്കൊന്നും ഇല്ലേ? പാട്ടില്ലേ? പാട്ട് പാടില്ല. പാട്ട് പാടില്ല. കവിത എഴുതുമോ? എഴുതിയിരുന്നു. ഓർമ്മയുണ്ടോ എഴുതിയ കവിത വല്ലതും? ഇല്ല. സ്കൂൾ ടൈംസിലാണ്, സ്കൂൾ സമയത്തൊക്കെ എഴുതിയിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി? ഡാൻസ് ചെയ്യും. ഡാൻസ്. ഇപ്പോൾ ഒരു ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ പാട്ടിട്ടാ ഞാൻ അവിടെ ഡാൻസ് ചെയ്യും. പാട്ടിട്ട ആക്ഷൻ കാണിക്കാം, അല്ലേ? ഞാൻ പാടാം. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചു നിന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി പുറത്തു വന്നു. ഗുഡ് 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 ഗുഡ്. അപ്പം ആരുടെ അടുത്താണ് പഠിച്ചിരുന്നത്? ഞാൻ പ്രോപ്പറായി ട്രെയിൻ ഡാൻസർ അല്ല, വീഡിയോസ് നോക്കി പഠിക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. ഓക്കെ. അപ്പൊ ഡെപ്യൂട്ടി കളക്ടർ ആണോ? അയ്യോ, സബ് കളക്ടർ ആണോ? എനിക്കറിയില്ലായിരുന്നു. എന്താ ചെയ്യാ, അല്ലേ? സബ് കളക്ടർ ആണോ എന്ന് ചോദിച്ചു, ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അല്ല എന്ന് പറഞ്ഞു. സി ഡെപ്യൂട്ടി കളക്ടർ ആണെന്ന് നമ്മുടെ പൂട്ടി. പക്ഷെ പൂട്ടിയത് ശരിയാണ്.
ഓ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ലാസ്റ്റ് സെഗ്മെന്റ് രാജമാണിക്യം. രാജമാണിക്യം. ഒരു ചോദ്യം, ഒരു ഉത്തരം, 10 സെക്കൻഡ്. ചോദ്യം ഇതാ. ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർക്ക് എന്തിനെയാണ് പേടി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെളിച്ചപ്പാട്. 8 വെളിച്ചപ്പാട്. വെളിച്ചപ്പാട്. അതെ അതെ വെളിച്ചപ്പാട്. നോക്കിയില്ല. പോയി. എന്തോ പറഞ്ഞേ? വെളിച്ചപ്പാട്. 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 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ ഇതിൽ നിങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ടോ? ചോദിക്കാനുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിൽ ആരാണ് വിജയിക്കുന്ന? ആരാ? കട്ടയ്ക്കാണ് വഴക്കുണ്ടാക്കിയത്. പിന്നെ അമ്മയ്ക്ക് പാമ്പേർഡ് കിഡായോണ്ട് അമ്മ അവളുടെ സൈഡ് പിടിക്കും. അപ്പൊ ആരാ ശരിക്കും പുലി? ആരാ? ആണാ? കുറച്ച് കീർത്തന ഒരു പുലിയാണ്. Once again, thank you for participating in പറയാം നേടാം താങ്ക് യു സോ പണം മച്ച്. നേടാം. Good night, sweet dreams. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പാട്ട് പഠിക്കുന്ന സമയത്ത് സാറ് കിച്ചൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ അല്ല നിനക്കെന്തോ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ നോക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ വെറുതെ സാറേ അല്ല നിനക്ക് പാട്ട് പാടുന്ന ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. മാട്ടുപ്പെട്ടി ജോസുക്കുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി, സൂസിക്കുട്ടിയുടെ ഇളയ കുട്ടി തൂത്തുക്കുട്ടി, മോളിക്കുട്ടി, മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു 10 മേരെ ആട്ടുകുട്ടി. ഈ ആട്ടുകുട്ടിയെ കണ്ണ് വെക്കണ നാട്ടിലുള്ള ഒരു ബീരാൻകുട്ടി. തങ്കച്ചനല്ലേ? ഞാൻ പറയാം അതെ. ഇയാളെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഞാൻ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ്. എൻ്റെ ഭാഗ്യത്തിന് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. സാധാരണ ഇങ്ങനെ വിളിക്കുന്ന എൻ്റെ കൂട്ടുകാരനെ 4 നല്ലത് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വായിന്ന് അങ്ങനെ വീണില്ല.